ഇനി നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വ്യക്തി പ്രസാദ് സൂചിപ്പിച്ച പോലെ ഡോക്ടർ അരുൺ സക്കറിയാണ്, ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്കറി അല്ലേ? പലപ്പോഴും അതൊരു പക്ഷേ പാലക്കാടെന്നല്ല, സംസ്ഥാനത്ത് ഇത്തരം ഒരു സന്നിഗ്ധ ഘട്ടം ഉണ്ടാകുമ്പോൾ ഒരു ഫോറസ്റ്റ് സർജൻ എന്നതിനപ്പുറം ഇടപെടാൻ അനുഭവ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അരുൺ സക്കറിയ. മുമ്പ് പലപ്പോഴും സംസ്ഥാനത്ത് സമാനമായ സംഭവങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഇവിടെയും ഡോക്ടർ അരുൺ സക്കറിയ തന്നെയാണ് താരം. അദ്ദേഹം ഈ അരുൺ സക്കറിയ വരാൻ വൈകിയതാണ് ഈ PT7 പിടികൂടാനുള്ള ദൗത്യം കുറച്ച് നീണ്ടുപോയത്. PM2 പിടികൂടുന്നതിനിടയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു. അതൊന്ന് സുഖം പ്രാപിച്ചു വരേണ്ട സമയമാണ് ഇത്രയും ഇങ്ങനെ PT7 പിടികൂടാൻ വൈകിയതിനും കാരണമായി മാറിയത്. എന്തായാലും അരുൺ സക്കറിയ ഇന്നത്തെ ഈ ദൗത്യം എങ്ങനെയാണ്, അതിന്റെ നടപടിക്രമങ്ങൾ, അതിന്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട് കാണാം. PT7 പിടികൂടാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ സക്കറിയ നമ്മളോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഇനി ഏത് നിമിഷവും PT7 പിടിക്കാമെന്നുള്ളതാണ്. അപ്പം സാഹചര്യങ്ങൾ അനുകൂലമായി കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാമാണ് ഒരുക്കങ്ങളും ഇതിന്റെ കാര്യങ്ങളൊക്കെ? ഓൾറെഡി RRT ടീം ഇതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം കിട്ടിയിട്ടില്ല, മോർണിംഗ് മുതൽ കിട്ടിയിട്ടില്ല, കാരണം അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ പുറകിലുണ്ടാവും. ദെൻ നൈറ്റ് നമുക്ക് ഡാറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ട്രാൻസ്പോർട്ടേഷൻ ട്രാക്കിംഗ് നടക്കില്ല. അപ്പോൾ ഏർലി മോർണിംഗ് നമുക്ക് മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലത്ത് മാറി നമുക്കൊരു കറക്റ്റ് ഐഡിയൽ സ്പേസ് കിട്ടുമ്പോൾ നമ്മളതിൻ്റെ പുറകിലുണ്ടാവും, ഡാറ്റ് ചെയ്യും. സൺലൈറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് എപ്പോഴും ഐഡിയൽ. നടക്കണമെന്നില്ല. അപ്പം രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഏതൊരു സർപ്രൈസ് വേ, ഇല്ലെങ്കിൽ നമ്മൾ കുങ്കിയെ വെച്ചിട്ട് ചേസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ് ചെയ്യും. ഓരോ ടീമിൻ്റെയും ചുമതലകൾ എന്ന് പറയുന്നത് എന്താണ് സാർ ഒന്ന് പറയാം? ഒന്ന് ട്രാക്കിംഗ് ടീം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ ട്രാക്ക് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ എലഫൻറ്റ് ട്രാക്ക് ചെയ്തിട്ട് അവരതിൻ്റെ പുറകിലുണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഡാറ്റിംഗ് ടീം ഉണ്ടാവും. ഡാറ്റിംഗ് ടീം എന്ന് പറയുന്നതാണ് നമ്മൾ മയക്കുവെടി വെക്കുന്ന ടീം. അത് എത്ര പേരടങ്ങുന്നതാണ്? മൊത്തം നമ്മൾ 7 പേരുണ്ടാവും. അപ്പം ട്രാക്കിംഗ് ടീമിൻ്റെ കൂടെ തന്നെ 2-3 ഗൺമാൻ ഉണ്ടാവും. ദെൻ അതുപോലെ തന്നെ ഡാറ്റിംഗ് ടീമിൻ്റെ കൂടെ 3 ഗൺമാൻ ഉണ്ടാവും, പ്ലസ് 2 ഡോക്ടർമാർ. ദെൻ പിന്നെ അതിനുശേഷം പിന്നെയുള്ള സപ്പോർട്ടിംഗ് ടീംസ് ഉണ്ടാവും. ഡ്രഗ്സും സാധനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും, ബയോളജിസ്റ്റ് ഉണ്ടാവും. ദെൻ അതിനുശേഷമുള്ളതാണ് സപ്പോർട്ട് ടീം. അത് വെച്ചു ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ആനിമലിനെ കെട്ടണം, റോപ്സ് വേണം, തണുപ്പിക്കണം, ദെൻ JCB വേണം, അങ്ങോട്ട് റാമ്പ് എടുക്കണം, റോഡ് എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് മയക്കിയിട്ട് ലോറിയിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ക്രാളിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുക ചെയ്യും. ഈ കുങ്കിയാനയുടെ ഒരു റോൾ എന്താണ് ഇതിനകത്ത്? കുങ്കിയാന എന്ന് പറഞ്ഞാൽ ഇത് ആനിമലിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ 2 രീതിയിലാണ് കുങ്കിയാന ഉപയോഗിക്കുക. ഒന്ന് നമ്മളെ സേഫ്റ്റി, അതായത് ഇപ്പോൾ ആനിമൽ ഭയങ്കര അറ്റാക്കിങ് ആനിമലാണിത്. അപ്പോൾ നമ്മൾ കുങ്കിയെ വെച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് വൺ ഓഫ് ദ റോൾ കുങ്കിയുടെ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ആനിമലിനെ മൂവ് ചെയ്യിക്കാനും ലോഡ് ചെയ്യിക്കാനും അൺലോഡ് ചെയ്യിക്കാനും ക്രാളിലേക്ക് കയറ്റാനും അൺക്രാൾ ചെയ്യാനും എല്ലാം ഉപയോഗിക്കുന്ന കുങ്കിയാണ്. പിന്നെ നമ്മളിപ്പോൾ കൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസമാണ് സാധാരണഗതിയിൽ വേണ്ടി വരിക അതിനെ കുങ്കിയാനൊക്കെ മാറ്റുന്നതിന് വേണ്ടി? കുങ്കി അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ആനിമലിൻ്റെ ബിഹേവിയർ, പിന്നെ ട്രെയിനറിൻ്റെ ഇത്, അതായത് പാപ്പാൻ്റെ കഴിവ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 60 days ആണ് വടക്കനാട് കൊമ്പനെ റെക്കോർഡ്. അത് ചിലപ്പോൾ 2 കൊല്ലം വരെ നീണ്ട സിറ്റുവേഷൻ ഉണ്ട്. വടക്കനാട് കൊമ്പൻ വയനാടുള്ള കുങ്കി അതായത് ബേസിക് നമ്മൾ പുറത്തിറക്കി. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്, കുങ്കി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത് 2-3-4 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കാണ്. അതായത് അപ്പം 60 ദിവസം കൊണ്ട് നമ്മളതിന് മെരുക്കിയെടുക്കുന്നതാണോ? മെരുക്കിയെടുന്നല്ല, നമുക്ക് പാപ്പൻ്റെ കയ്യിലേക്ക് ആനുവൽ നമ്മളത് ചെയ്യുന്നതിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ടെക്നിക്കാണ് വെക്കുക, അല്ലാണ്ട് മർദ്ദിച്ചിട്ടല്ല നമ്മൾ ചെയ്യുക. അത് നമ്മൾ ആദ്യം ആ പാപ്പനുമായിട്ട് ബന്ധം വരുത്തും, ടച്ച് ചെയ്തിട്ട് ബേസിക്കലി കോൺടാക്ട്. ദെൻ നമ്മൾ ചെറിയ മറ്റേ എന്താ പറയുക സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവരുമായിട്ട് ബോണ്ട് ചെയ്ത് പാപ്പൻ ലാസ്റ്റ് ഇറങ്ങി അതിനെ ട്രെയിൻ ചെയ്ത് ഇറക്കി എടുക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ സമയം എടുക്കേണ്ടി വന്നത് ഏതാണ്? ഏറ്റവും കൂടുതൽ എടുത്തത് കല്ലൂർ കൊമ്പൻ, 2 വർഷത്തോളം. അത് ഒരുപാട് ഫോൾട്ട് ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വിചാരിച്ച പോലുള്ള ക്രോളിലേക്കൊന്നും കയറ്റാൻ പറ്റിയില്ല. വലിയ ക്രോളിലേക്ക് ഇറക്കാൻ വേണ്ടി ഓർഡർ വന്നു. 2020 ക്രോളിൽ ഒന്നും ചെയ്യാൻ പറ്റി. ഇപ്പോൾ PT7 നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ എന്താണ് അതിൻ്റെ ഒരു ഏറെക്കുറെ. ഈ PT7 മറ്റ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം PM2 പിടിച്ചതിന് താരതമ്യപ്പെടുത്തുമ്പോൾ PT7 അത്ര അപകടകാരിയാണോ, അതോ എത്രത്തോളം ആശങ്കയുണ്ട്? അത് അപകടകാരിയാണല്ലോ സംഭവം. അത് ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമലാണ്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ഈ പ്രോബ്ലംസ് വരാം. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. കാട്ടാനല്ലേ, ഇപ്പം ആക്സിഡൻ്റായിട്ട് ആൾക്കാർ മുന്നിൽ വരാം. പക്ഷേ PM2 അങ്ങനെ ആയിരുന്നില്ല. അത് വളരെ എന്താ പറയുക, ഫോഴ്സ്ഫുള്ളി ഇൻഫ്ലിക്റ്റ് അത് പൊളിക്കുക, വീട് പൊളിക്കുക, അങ്ങനത്തെ ഒരു ആനിമലായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണ് 2 വർഷത്തോളം അവർ 100-100ഓളം വീട് പൊളിച്ചു. കുറച്ച് കാഷ്വാലിറ്റി ഉണ്ടായതിനു ശേഷമാണ് അവർ ക്യാപ്ചർ ചെയ്തത്. അപ്പം ഇവൻ അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ല, പക്ഷേ ഹ്യൂമൻ ഹാബിറ്റേഷനിൽ നിൽക്കുന്നു. ആൾക്കാർക്ക് ത്രെട്ടാണ്, ഇനി എപ്പോൾ വേണമെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാനുണ്ട്. ഇപ്പോൾ ഈ മൈക്കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റിനുള്ളിലാണല്ലോ സെക്ഷനിലേക്ക് പോകുന്നത്. ആ 30 മിനിറ്റാണോ ഇതിൽ ഒരു ഓടരുത് അങ്ങനത്തെ കാര്യങ്ങൾ? അല്ല, 30 മൈക്കൂടി വെക്കുന്ന പ്രോസസ്സ്. കാരണം എന്ന് പറഞ്ഞാൽ ആനിമൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ അത് ചാർജ് ചെയ്യും,
അപ്പോൾ അത് മൊത്തം അതാണ് നമ്മൾ ടീം വെക്കുന്നത്. ആ ടീമാണ് മൊത്തം ടീമിൻ്റെ അവരുടെ ബോണ്ടിങ് ആണ് ഇതിൻ്റെ സക്സസ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലി അല്ല, ആ ടീം മൊത്തം എങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ആനിമൽ ചാർജ് ചെയ്യും, അപ്പോൾ അവരുടെ കൂടെ ഗൺമാൻ ഉണ്ടാവും, അവർ പ്രോപ്പർലി അത് ബിഹേവ് ചെയ്യണം. ഓടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. സോ ദാറ്റ് ഇസ് എ ടീം. മൊത്തം ടീമാണ് ഇതിൻ്റെ സക്സസ് ഈ ഓപ്പറേഷൻ്റെ. എന്തായാലും ഒന്നുകൂടി അന്ന് വയനാട് ഓപ്പറേഷനായിട്ട് ചെറിയൊരു പരിക്കുപറ്റി എന്ന് പറഞ്ഞു, ഇപ്പോൾ എല്ലാം ഓക്കെ ആയോ? ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എത്രയും വേഗത്തിൽ പിടിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ടീമിനും ആശംസകൾ. എന്തായാലും ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഏത് നിമിഷവും, അതായത് സാഹചര്യം അനുകൂലമായി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഇതിനെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ബിശ്ശേരി, ന്യൂസ് 8.